സിന്ദൂരം. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഏതോ ലോകത്തെന്ന പോലെയായിരുന്നു ഗൗരിയുടെ പ്രവൃത്തികൾ ഓരോന്നും. കയ്യെത്തുന്നിടത്ത് മനസ്സെത്തുന്നില്ലെന്ന് പറയുന്ന പോലെ ഈ ജീവിതം എങ്ങോട്ട് ഒഴുകുന്നെന്ന് പോലും അറിയില്ല. ആരുടെയോ കയ്യിലെ പാവ് പോലെ. ആർക്കോ വേണ്ടി ചിരിക്കുന്നു, ആർക്കോ വേണ്ടി കരയുന്നു. മരിക്കാനുള്ള ഭയം കൊണ്ട് മാത്രം ജീവിച്ച് തീർക്കുകയാണ്. പ്രതീക്ഷകൾ ഏതുമില്ലാതെ ഒരു ജീവിതം. ചായ ഇതുവരെ എടുത്തില്ല ഭാര്യയെ? ഇടുപ്പിൽ ചുറ്റിയെടുത്തുകൊണ്ടുള്ള ആ ചോദ്യത്തിൽ ഞെട്ടലോടെ പിടഞ്ഞു പോയവൾ ശക്തിയൊന്ന് ചിരിച്ചു. കൈകൾ ഒന്നുകൂടി അവളുടെ വയറിൽ മുറുക്കി അവന്റെ ദേഹത്തേക്ക് അവളെ ചേർത്തു. പേടിച്ചോ? വിറക്കുന്ന കൈകളിൽ അവന്റെ പിടുത്തം വീണു. എന്ത് പറയണമെന്നറിയാൻ നിന്നു പോയവൾ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഇഷ്ടമായില്ലെങ്കിലോ? ഇനിയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചാലോ? നൂറ് ചിന്തകളാണ് അവൾക്കുള്ളിൽ ആ നിമിഷമൊക്കെയും. ചോദിച്ചതിന് മറുപടി താ ഗൗരി. പുറം മറഞ്ഞു കിടക്കുന്ന മുടിയിഴകളൊന്നാകെ വകഞ്ഞു മാറ്റി നഗ്നമായ പുറമേനിയിൽ അവന്റെ ചുണ്ടുകൾ അമർന്നു. പെരുവിരൽ കുത്തിയൊന്ന് ഉയർന്നു പോയവൾ മിഴികൾ ഇറുകെ അടച്ചു. അവന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ നിർവികാരതയായിരുന്നു ഗൗരിയിൽ. ശക്തിക്കത് മനസ്സിലാവുകയും ചെയ്തു. ഒന്നും ചോദിച്ചില്ല അവൻ. തന്റെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റവളെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചു. അവൻ തന്നെ കൈ പിടിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്നും കപ്പിലേക്ക് ചായ അരിച്ചൊഴിച്ചെടുത്തു. അവന്റെ കൈകളാണ് ചലിക്കുന്നത്. വിറക്കുന്ന കുഞ്ഞു കൈകൾ അവന്റെ കൈക്കുള്ളിൽ സുരക്ഷിതമാണ്. എനിക്ക് നീ കരയുന്ന പോലും ഇഷ്ടാവുന്നില്ല ഗൗരി. ദേഷ്യം വന്നു പോകുന്നു. നിന്നെ വേദനിപ്പിക്കാൻ തോന്നിപ്പോകുന്നു. എന്നും എപ്പോഴും എന്തിനും കരയുന്നത് എന്തിനാ നീ? കൈക്കുള്ളിൽ തന്നെ അവൾ തിരിച്ചു നിർത്തിയ ശക്തി ചുണ്ടുകൂട്ടി പിടിച്ച് കരയാതിരിക്കാൻ പാടുപെടുന്നവളെ അത്രയും മോഹത്തോടെ നോക്കി നിന്നു പോയിരുന്ന ആ നിമിഷം ഒരുവളോട് ഇങ്ങനെയും മോഹം തോന്നി പോകുമോ? ഈ നിമിഷം പോലും അവൾക്ക് വല്ലാത്തൊരു ഭംഗിയാണ്. കണ്ണും മുഖവുമൊക്കെ ചുവന്ന് ചുണ്ടു വിതുമ്പി ശക്തിയെ ഭ്രാന്ത് പിടിപ്പിച്ചു പോകുന്നൊരു ഭാവം. തന്നെ ഇമച്ചിമാതെ നോക്കുന്നവളിൽ നിന്നും ഒരു പിടച്ചിലോടെ നോട്ടം വെട്ടിച്ചു മാറ്റിയവൻ. ഇല്ലെങ്കിൽ അവൾ വല്ലതും ചെയ്തു പോകും. മനസ്സും ശരീരവും വരുതിയിൽ നിർത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു പോകും. താൻ ആദ്യമായി കാണുന്ന പെണ്ണല്ല ഗൗരി. പക്ഷേ ആദ്യമായി മോഹം തോന്നിയത്, എൻ്റെ ഉടലിനോട് ചേർത്ത് വെക്കാൻ തോന്നിയത് ഈ ഗൗരിയെ മാത്രമാണ്. ഹൃദയം മൗനമായി അവളോട് സംവദിച്ചുകൊണ്ടിരുന്നു. വിടാവോ? ഇമച്ചിമാതെയുള്ള അവന്റെ തീക്ഷ്ണമായ നോട്ടത്തിന് മുമ്പിൽ നിന്ന് പരിങ്ങിക്കൊണ്ട് അത്രയും പതിയാണ് അവളുടെ ചോദ്യം. കരയരുത്. വാ തുറന്നു പറയടി. കരയില്ല. ഇനി അനുസരണക്കേട് കാണിച്ച് കരഞ്ഞാ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ ചുംബിക്കും. മനസ്സിലായോ? മുഖമൊന്നാകെ മിഴികൾ പായിച്ചുകൊണ്ടാണ് അവന്റെ പറച്ചിൽ. ഗൗരിയുടെ കണ്ണുകളൊന്നും പിടഞ്ഞു. ശക്തിയുടെ നെഞ്ചിലൊരു മിന്നലാണ്. കൈവെള്ളയിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കാൻ തോന്നിപ്പോകുന്നുണ്ട്. ആരുടെയും കണ്ണിൽപ്പെടാതെ എവിടേക്കെങ്കിലും കൊണ്ടുപോവാൻ. തൻ്റെ ഈ ജന്മം മുഴുവൻ അവൾക്ക് നൽകി പ്രണയിക്കാൻ. പാവമാണെന്നറിയാം, ഒരുപാട് വേദനിപ്പിച്ചവളാണെന്നും അറിയാം. എന്നിട്ടും ഉള്ളതൊന്നും അവൾ കേൾക്കാനാവുന്നില്ല. ആഗ്രഹമില്ല എന്ന് തന്നെ പറയാം. കാരണം അവൾക്ക് പറയാനുള്ളത് കേട്ടിരിക്കാനുള്ള ക്ഷമ തനിക്ക് ഉണ്ടാവില്ല. സ്വാർത്ഥത തന്നെയാവും അവളോടുള്ള സ്വാർത്ഥത. അവൾ തൻ്റെ മാത്രമായിരിക്കണമെന്നുള്ള ഭ്രാന്ത്. ഇതിനിടയിൽ അവളുടെ നാവിൽ നിന്ന് മറ്റൊരു പേര് പോലും കേൾക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് ഞെരുപിരി കൊള്ളുകയായിരുന്നു ഗൗരി ആ നിമിഷം. എതിർക്കാൻ പേടി. അതിലുമേറെ അവൻ്റെ ഈ നോട്ടം സഹിക്കാൻ വയ്യാത്തതുപോലെ നോക്കിക്കൊല്ലുകയാണ്. ഇമച്ചിമാതെ തീക്ഷ്ണം നിറഞ്ഞ മിഴികൾ കൊണ്ടുള്ള നോട്ടം. ഒരു വേള ശക്തിയുടെ മുഖം തനിക്ക് നേരെ ചായുന്നതറിയെ കണ്ണുകൾ ഇറുകെ അടച്ച് നിന്നു പോയവൾ. ദേഷ്യം, വെറുപ്പ്, സ്വയം എന്തൊക്കെയോ തോന്നിപ്പോയി അവൾക്ക്. എന്നും എപ്പോഴും ഇങ്ങനെ അനുവാദമില്ലാതെ അധികാരം സ്ഥാപിക്കുന്നു. അടുത്ത നിമിഷം ഗൗരി പോലും പ്രതീക്ഷിക്കാതെ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു ശക്തി. അവൾക്ക് വേണ്ടി മാത്രം തുടികൊട്ടി ഉയരുന്ന ആ തുടിപ്പിന് മുകളിൽ അവളുടെ മുഖം ശക്തമായി അമർന്നു. ഇരുവരും മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞിരുന്നു ആ നിമിഷം. ഈ ജന്മം മുഴുവൻ ഇങ്ങനെ നിന്നാൽ മതിയെന്നൊരു തോന്നൽ. ഇരു ഹൃദയങ്ങളിലും ഒരുപോലെ ആ തോന്നൽ മാത്രമായിരുന്നു. പറയാതെ, പരസ്പരം അറിയാതെ ഇരുവരുടെയും ചിന്തകൾ പോലെ ഒന്നായിരുന്നു. കണ്ണാ, നീ ഇവിടെ കാണാം, ഞാനൊരു കാര്യം. ഒരു നിമിഷം ചോദിക്കാൻ വന്ന ചോദ്യം പോലും മറന്നുകൊണ്ട് മുന്നിൽ കാണുന്ന കാഴ്ചയിൽ കണ്ണ് മിഴിച്ച് നിന്നുപോയിരുന്നു മഹി. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കുളിച്ച് വേഷം മാറി ശക്തിയെയും തിരക്കി വന്നതാണ് അവൻ. എല്ലായിടത്തും തിരഞ്ഞു കാണാതെ ഇങ്ങോട്ട് കയറിയതാണ്. പുറകിൽ നിന്ന് നോക്കിയാൽ ശക്തിയെ മാത്രമേ കാണുള്ളൂ. ഗൗരി എന്നൊരാൾ ഇവിടെ ഉണ്ടെന്ന് പോലും തോന്നില്ല. അവൻ്റെ വലിയ ശരീരം അവളുടെ കുഞ്ഞു ശരീരത്തെ പൂർണ്ണമായും മറച്ച് പിടിച്ചിരുന്നു. മഹിയുടെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ കുതിറിമാറാൻ തുടങ്ങിയവളെ ഇടുപ്പിലൂടെ വരിഞ്ഞു ചുറ്റി വീണ്ടും അവനിലേക്ക് തന്നെ അമർത്തി വെച്ചവൻ. മഹിയുടെ ബോധം ഇപ്പോൾ പോകുമെന്നൊരവസ്ഥയിലായിരുന്നു. ശക്തിയുടെ അന്യൻ വേർഷം വരെ കണ്ടിട്ടുണ്ട്. എങ്കിലും റെമോ ഇതാദ്യമായിട്ടാണ്.
ഒരു ഡോക്ടറായ മഹിക്ക് പോലും തോന്നിയിട്ടുണ്ട് ശക്തിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന്. റൂമിലേക്ക് ചെല്ല്. അവളുടെ മുഖം ഇരുകൈയിലുമായി വാരിയെടുത്ത് നെറുകയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ശക്തി പറഞ്ഞതും അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞുപോയി. ഇതുവരെ അവൻ കാണിച്ചു കൂട്ടിയതിനൊക്കെയുള്ള മെഡിസിൻ ഇപ്പം ഈ കണ്ണ് നിറച്ചതിന് പകരമുള്ള പണിഷ്മെന്റ് നമ്മുടെ റൂമിൽ വെച്ച് തരാം. ചെല്ല്. നിറഞ്ഞ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒരു പിടച്ചിലൂടെ അവനെ ഒന്ന് നോക്കി. ആ പിടി അയഞ്ഞ നിമിഷം തന്നെ പുറത്തേക്ക് പാഞ്ഞവൾ. ഞെട്ടി നിൽക്കുന്ന മഹിയെ നോക്കാൻ പോലും ഗൗരി മുതിർന്നില്ല എന്നത് മറ്റൊരു സത്യം. നിനക്ക് ചായ വേണോ? ചോദിക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു കപ്പിലേക്കും കൂടി അവൻ ചായ പകർത്തിയിരുന്നു. കുടിക്ക്. മഹിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഏതോ ലോകത്തെന്ന പോലെ അവൻ ആ കപ്പ് വാങ്ങി. ചൂടുണ്ട്. അത്രയും പറഞ്ഞ് കയ്യിലെ ചായ സിപ്പ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നവനെ കാണാൻ 1-2 നിമിഷം എടുത്തു മഹിക്ക് വെളിയിൽ വരാൻ. തലയിന്ന് കുടഞ്ഞ് അവനും ചായ കുടിച്ചു തുടങ്ങി. നിനക്ക് ആ കൊച്ചിനെ നേരത്തെ അറിയോ? എക്സ്ക്യൂസ് മീ. മഹിയുടെ ചോദ്യത്തിൽ ശക്തിയുടെ കണ്ണൊന്ന് കുറുകി. താഴെയുള്ള ശക്തിയുടെ ഓഫീസ് റൂമിലാണ് 2 പേരും. ഗൗരി, അവൾ നിനക്ക് അറിയുമെന്ന്? എൻ്റെ ഭാര്യ. അതല്ല കണ്ണ, നിനക്ക് ആ കൊച്ചിന് മുമ്പ് കണ്ട പരിചയം വല്ലതും ഉണ്ടോ? ഇനി ഫ്ലാഷ് ബാക്ക്? മഹി വീണ്ടും ചോദിച്ച ശക്തി അവനെ കണ്ണുകുറുക്കിയൊന്ന് നോക്കി. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ അവൾ ഇവിടെ എത്തിയേനെ. നിസ്സാരം പോലെ പറഞ്ഞുകൊണ്ട് ഫയൽ മറിക്കുന്നവരെ മഹി ഒന്ന് മിഴിച്ചു നോക്കി. ആ പറഞ്ഞതിൽ നിന്നും മഹിക്ക് മനസ്സിലായിരുന്നു ശക്തി ഉദ്ദേശിച്ചത് എന്താണെന്ന്. മുമ്പേ കണ്ടിരുന്നുവെങ്കിൽ അന്നേ ആ കൊച്ചിനെ അവൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേനെ എന്ന്. ഫയൽ മറിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കി തലയെന്ന് കുടഞ്ഞുപോയി മഹി. കണ്ണ. മഹി വീണ്ടും വിളിച്ചു. ശക്തി ഒന്ന് മൂളി. ചോദിക്കണോ വേണ്ടോ എന്ന പോലെയായിരുന്നു മഹിയുടെ മുഖം. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞേ പറ്റുള്ളൂ എന്നൊരവസ്ഥ. ആക്രാന്തം എന്നൊക്കെ പറയാം. അതെ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക, തല്ലരുത്. മഹിയിൽ നിന്നൊരു മുൻകരുതൽ. ശക്തിയുടെ നോട്ടം അപ്പോഴും ഫയലിൽ തന്നെയായിരുന്നു. ചോദിക്കണം, കാലൻ എന്നെ കൊല്ലുവോ? സ്വയം ആത്മവിശ്വെങ്കിൽ പോലും അവൻ ആ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞേ തീരൂ. കണ്ണ, എന്താടാ? ഒരുപക്ഷെ ഗൗരി നീ കാണുമ്പോൾ അവളിപ്പോഴും രുദ്രാംശിന്റെ ഭാര്യയായിരുന്നെങ്കിൽ, അവർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അപ്പോഴും ഗൗരി നീ ചോദിച്ച് മുഴുവനാക്കാൻ നിന്നും മഹി. പാതിക്ക് വെച്ച് നിർത്തുമ്പോൾ മുന്നിലിരിക്കുന്നതിൻ്റെ ഭാവം എന്താണെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം മഹിയുടെ ആ ചോദ്യം അവനെ ഒന്നാകെ ഉലച്ചു കളഞ്ഞു. എന്ത് പറയണമെന്ന് പോലും അറിയാതെ അറിഞ്ഞു പോയവൻ. മഹിയുടെ ആ ചോദ്യം ഹൃദയം തുളച്ചു കയറി തന്നെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന പോലെ. എന്തിൽ നിന്നാണോ ദേഷ്യം കാണിച്ച് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും ആ പേര് തന്നെ കാതിൽ കേൾക്കുന്നു. അവൾ മറ്റൊരാളുടെ ആയിരുന്നെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കണ്ണുകൾ ഇറുകെ അടച്ചു കളഞ്ഞ ശക്തി മുഖം നിയന്ത്രിക്കാനാവാത്ത പോലെ വലിഞ്ഞു മുറുകി. കൈയുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു വെച്ചിരിക്കുന്നു. ഒരു വന്യമൃഗത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള അവൻ്റെ മുഖഭാവത്തിൽ നന്നായി പതറിപ്പോയിരുന്നു മഹി. അറിയാനുള്ള ആഗ്രഹം കൂടി ചോദിച്ചു പോയതാണ്. അത് മുന്നിലിരിക്കുന്നവൻ ഇത്രയേറെ സ്വാധീനിക്കുമെന്ന് കരുതിയില്ല. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതായവൻ. കാരണം ഞാൻ സോറി, അറിയാതെ നീ പറഞ്ഞതേ മഹിക്ക് ഓർമ്മയുള്ളൂ. മഹിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തിരുന്നു ശക്തി. പകപ്പോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുപോയി മഹി. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവനാണ്. തന്നെ വേദനിപ്പിക്കുന്നതിലുള്ള നോവ കണ്ണിലും അവന് കാണാം. പക്ഷെ അവൻ്റെ ദേഷ്യം, വിഷമം, അതൊക്കെയാണ് മറ്റെന്തിലേറെ മുന്നിൽ നിൽക്കുന്നത്. അവൻ്റെ കൈകളുടെ ബലം കൂടി വരുന്തോറും ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോയിരുന്നു മഹി. അസാമാന്യമായ അവൻ്റെ കരുത്തിന് മുന്നിൽ പ്രതികരിക്കാനാവാതെ മരണം മുന്നിൽ കണ്ടതുപോലെയായിരുന്നു മഹിയുടെ അവസ്ഥ. ഒരു വേള ബോധം മറിഞ്ഞു പോകുമെന്നുള്ള ഘട്ടമെത്തിയതും മഹിയിൽ നിന്നുള്ള പിടി അയച്ചു കളഞ്ഞവൻ. ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടവൻ ഭീതിയോടെ ഊർന്നിരുന്നു. ശക്തി അപ്പോഴും ദേഷ്യം നിയന്ത്രിക്കാനാവാതെ നിൽപ്പാണ്. Don't dare to say that again. അവൾ എന്റെയാ. Did you get that? അല്ലെന്ന് പറഞ്ഞ വെറുതെയെങ്കിലും അങ്ങനെ ചിന്തിച്ചു പോയാ ആരാ എന്താണെന്നൊന്നും നോക്കില്ല ഞാൻ. ആരായാലും I will burn them alive. മുരളെന്ന പോലെയുള്ള അവൻ്റെ വാക്കുകൾ കാതിൽ പതിച്ചതും കഴുത്ത് തടവി ചുമക്കുന്നതിനിടയിലും അറിയാതെ തലയാട്ടിപ്പോയിരുന്നു മഹി. ഒരിക്കൽ കൂടി മഹിയെ നോക്കി പുറത്തേക്ക് പാഞ്ഞു ശക്തി. ഒരു മനുഷ്യനെ ഇത്രയും ഭ്രാന്തനാക്കി മാറ്റാനും മൃഗമാക്കി മാറ്റാനും പ്രണയത്തിന് കഴിയുമെന്ന ആ അവസ്ഥയിൽ മഹിക്ക് മനസ്സിലായി. വേണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. കഴുത്ത് തടവിക്കൊണ്ട് ഉള്ളിലായി ഓർത്തുപോയവൻ. പുറത്തേക്ക് ഇറങ്ങിയിട്ടും ശക്തിയുടെ ദേഷ്യം തെല്ലും പോലും കുറയുന്നുണ്ടായിരുന്നില്ല. മഹിയുടെ ചോദ്യം വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങുന്നത് പോലെ. ആ നിമിഷം അവളൊന്ന് കാണാൻ തോന്നിപ്പോയി അവന്. നോവിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല, വെറുതെ ഒന്ന് കാണാൻ. ആ ചോദ്യം തീർത്ത ഭ്രാന്തിൽ നിന്നും പുറത്തു കിടക്കാൻ. മുകളിലേക്കുള്ള പടികൾ കയറി റൂമിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ കിടന്ന തൻ്റെ ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കുന്നവളെയാണ് കാണുന്നത്. ഒരു വേള അവനുള്ളമൊന്ന് തണുത്തു. കണ്ണുകൾ കൊതിയോട് അവളിൽ അനഞ്ഞു.
ഉടുത്തിരുന്ന കോട്ടൺ സാരിയുടെ തുമ്പ് ഇടുപ്പിൽ കുത്തിവച്ചിരിക്കുന്നു. മുടിയെല്ലാം ഒന്നിച്ച് മുകളിലേക്ക് ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താൻ കെട്ടിയ മഞ്ഞ ചരടും മാത്രം. അത്ര നേരം മുറുകി നിന്നിരുന്ന അവൻ്റെ മുഖം തെല്ലുന്നയഞ്ഞു. അവൾ തൻ്റെയാണ്, തൻ്റെ ഭാര്യയാണ്. നിൽക്കുന്നത് തങ്ങളുടെ മുറിയിൽ. ആ ചിന്തയിൽ പോലും അവനുള്ള അത്രമേൽ ഹർഷത്തോടെ ഒന്ന് തുള്ളിപ്പോയി. വെറുതെ ഒരു ചോദ്യത്തിന് മഹിയെപ്പോലും കൊല്ലാനുള്ള ദേഷ്യം തോന്നിയെങ്കിൽ ശക്തിയുടെ ഭ്രാന്ത് തന്നെ ഇവളാണ്. ഓരോ നിമിഷം അവളെ പിടിച്ചടക്കി വയ്ക്കാൻ, തൻ്റെ മാത്രമാക്കി മാറ്റാൻ തോന്നിപ്പോകുന്ന ഒരു തരം ഭ്രാന്ത്. നീ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ മഹി. ശക്തിയുടെ മുന്നിൽ അവൾ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, ഏതവസ്ഥയിലായിരുന്നു അവളെങ്കിൽ പോലും ഗൗരി പിന്നെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ശക്തിയുടെ കൂടെ മാത്രമായിരിക്കും. വന്യമായൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. അവൾക്ക് വേണ്ടി ഈ ലോകത്തിനോട് പോലും യുദ്ധം ചെയ്യാൻ അവന് മടിയുണ്ടായിരുന്നില്ല. ഡ്രസ്സെല്ലാം ഒതുക്കി വാർഡ്രോബിലെടുത്ത് വെച്ച് തിരിയുന്ന ഗൗരി കാണുന്നത് തന്നിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് കൊല്ലുന്ന ചിരിയുമായി വാതിൽക്കൽ നിൽക്കുന്നവനെയാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ നോക്കി നിന്ന് പോയവൾ. അവനകത്തേക്ക് കയറുന്ന വാതിലടച്ച് കുറ്റിയിടുന്നതുമെല്ലാം ഉള്ളിലേറിയ പിടച്ചിലോടെ നോക്കി കണ്ടവൾ. ശരിക്കും ഗൗരിക്ക് അവനെ പേടിയാണ്, പക്ഷെ ഓടി ഒളിക്കാൻ തോന്നുന്നില്ല. ഈ പേടിയെപ്പോലും മുറുകെ പിടിക്കാൻ തോന്നിപ്പോകുന്നു. എനിക്ക് എന്താ ഈശ്വര? കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ചു പോയവൾ അവളെ നോക്കി നിന്നവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. കണ്ണു തുറക്കടി. ആ കണ്ണുകൊണ്ട് എന്നെ തന്നെ നോക്കണം നീ. മുഖത്ത് തട്ടിയകലുന്ന അവൻ്റെ നിശ്വാസ ചൂട്. കണ്ണുകൾ വലിച്ചു തുറന്ന ആ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ. ആ ഒരു നിമിഷത്തിൽ അവൻ്റെ കൈകൾ അവളുടെ മുടികൾക്കിടയിലൂടെ പാഞ്ഞു കയറി. തെല്ലൊരു കൗതുകത്തോടെ അവനെ നോക്കി നിന്നുപോയി ഗൗരി. തലയിൽ പിടിച്ചമർത്തിക്കൊണ്ട് തന്നെ അവളുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചവൻ. ഗൗരിയുടെ കണ്ണുകൾ അടഞ്ഞ് ചുണ്ടുകൾ അവൻ്റെ ഹൃദയത്തിൽ ചുംബിക്കുന്നത് പോലെ നെഞ്ചിൽ അമർന്നു. എനിക്ക് നീ ആരാണ്, എന്താണെന്ന് ഞാൻ പറഞ്ഞൊരിക്കലും നീ കേൾക്കില്ല ഗൗരി. എൻ്റെ ഹൃദയം നിന്നോട് എന്ത് പറയുന്നോ അത് കേൾക്ക്. അവളോടായി പറയുന്നതിനൊപ്പം അവൻ്റെ കണ്ണുകളും ഒന്ന് നിറഞ്ഞു. ഉള്ളിലെ ഈഗോക്ക് മുകളിലായി അവളോടുള്ള പ്രണയം അവനിൽ നിറഞ്ഞു പോയ നിമിഷമായിരുന്നത്. ശ്വാസം വീങ്ങുന്നത് പോലെ അവൻ്റെ നെഞ്ചിൽ അങ്ങനെ നിന്നതേയുള്ളൂ ഗൗരി. ഭ്രാന്തൻ. ഹൃദയം പോലും ആ പേര് പറഞ്ഞു തുടിക്കുന്നത് പോലെ. യെസ്, ഹീ സച്ച് എ വിയർഡ് മാൻ. മുഖം വീർപ്പിച്ച് പിടിച്ച് തനിക്ക് മുമ്പിലിരിക്കുന്നവനെ ശക്തി ഒരു പുച്ഛത്തോടെ നോക്കി. കഴുത്തിലെ ചുവന്ന പാടിൽ മരുന്ന് വെച്ചിട്ടുണ്ട്. ഡോക്ടർ ആയതുകൊണ്ട് വേറെ ആരുടെയും സഹായം ആ കാര്യത്തിൽ വേണ്ട. നിനക്ക് ശരിക്കും ഭ്രാന്താണോടോ ഭ്രാന്ത? ഡോണ്ട് കോൾ മീ ലൈക്ക് ദാറ്റ്. ശക്തി അവനെ രൂക്ഷമായി നോക്കി. ആ നോട്ടത്തിൽ പതറിക്കൊണ്ട് മഹിയും. ഇനി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മഹി വേഗം നല്ല കുട്ടിയായി. ഞാൻ നിന്നൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു, അതിൽ വല്ല പുരോഗതിയും? മഹിയുടെ സ്വരത്തിൽ തീർത്തും ഗൗരവം നിറഞ്ഞു. റോഷൻ, ഗോകുൽ, മഹേഷ് 3 പേരാണ്. ഇതിൽ റോഷൻ വിഘ്നേഷിൻ്റെ ബ്രദറാണ്. ശക്തിയുടെ വാക്കിൽ കേട്ടതും മഹിയുടെ മുഷ്ടിയിലുണ്ട്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയാം. രാഗിയുടെ ഫാമിലിക്ക്, വിഘ്നേഷിനും അവൻ്റെ ഫാമിലിക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നതാ. മാടമ്പി തറവാട്ടുകാരുടെ കയ്യിൽ നിന്ന് അതിലപ്പുറം പ്രതീക്ഷിച്ചുകൊണ്ട് മഹിക്ക് അതിൽ വലിയ ഞെട്ടിലൊന്നും തോന്നിയില്ല. ഇവർ രണ്ടും അവരുടെ മക്കൾ തന്നെയല്ലടാ, എങ്ങനെ ഇതുപോലൊക്കെ? സ്വന്തം മക്കളെ വരെ കൊന്നുകൊള്ളാൻ മടിയില്ലാത്ത അമ്മമാരും അച്ഛന്മാരുള്ള നാടായത്. കേട്ടിട്ടില്ലേ നീ? ദുരഭിമാനക്കൊല. എന്തോ ഭാഗ്യം കൊണ്ട് അതുണ്ടായില്ലല്ലോ. മായിയുടെ ചോദ്യത്തിലുള്ള മറുപടി അത്രേ അവന് പറയാനുണ്ടായിരുന്നുള്ളൂ. അവർ വെറുതെ വിടരുത് കണ്ണ. ആ കുട്ടി അനുഭവിച്ച് അത്രയും അനുഭവിച്ച് എന്നെ 3നെയും തീർക്കണം. ഓ, പകരം എന്ത് തരും നീ? കയ്യിലെ പേപ്പർ വെയിറ്റ് എടുത്ത് കറക്കിക്കൊണ്ടാണ് ചോദ്യം. പന്നി. മനസ്സിലായി അവന് വിളിച്ചു പോയിരുന്നു മഹി. ആർക്കും ഫ്രീ ആയിട്ടൊന്നും ചെയ്തു കൊടുക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല മഹി. ഗൗരിയോട് ഇങ്ങനെയാണാവോ? അവൾ എൻ്റെ അല്ലേ, ഈ ഞാൻ തന്നെ അവളുടെ മാത്രമാണ്. പറയുമ്പോൾ പോലും അവൻ്റെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്. പ്രണയത്തിനും അപ്പുറം അവളോടുള്ള ഭ്രാന്തും. ദീർഘമായി ഒന്ന് വിശ്വസിച്ചു പോയിരുന്നു മഹി. പക്ഷേ എനിക്ക് തന്നെ തീർക്കണവന്മാരെ. അതൊക്കെ, പക്ഷേ 15 ലക്ഷം എനിക്ക് തന്ന 3 ജീവൻ ഇല്ലാതാക്കാൻ മാത്രം മഹി ഡോക്ടർക്ക് ഇതിൽ എന്ത് ഇൻട്രസ്റ്റ് ആണുള്ളത്? പരിഹാസത്തോടെയാണ് ആ ചോദ്യം. മഹി ഒന്ന് ഞെട്ടിങ്കിലും ശക്തിയെന്ന് കൂർപ്പിച്ച് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.